ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നടന്ന സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. പക്ഷേ മാക്സിമം ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 24 മാർക്സ് തന്നെയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്, അതായത് സെക്കൻഡ് ചാപ്റ്റർ തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് വളരെ ചെറിയൊരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്സിൻ്റെ തന്നെ. എ ഫേം ഇഷ്യൂ 15 lakh rupees 15 lakh in 9% debentures at a discount of 5%. If the tax rate is 30%, find the cost of debt after tax. ഓൾറെഡി അതിൻ്റെ ചെറിയൊരു ഇക്വേഷൻ ആയിരുന്നു അത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ളതിലത്തെ, അതായത് തേർഡ് ചാപ്റ്ററിലത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ ടാക്സ് ആഫ്റ്റർ ടാക്സിൻ്റെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ടാക്സ് ആകുമ്പോൾ നമുക്കറിയാലോ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T ആണ് നമ്മളോട് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തേൽ ഡിഫൈൻ ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്. ഞാൻ എടുത്ത് പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു. CAPM മോഡൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാലാമത്തേൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓൺ ഏർണിങ്സും അത് തമ്മിൽ ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ആ ഡിഫറൻസ് ആയിട്ട് തന്നെ ഒരു കോളമായിട്ട് കൊടുത്തൊരു പോർഷനാണത്. ആ ഒരു കാര്യവും പഠിക്കാൻ പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹50,000 ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 7 years ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 6% പെർ ആനം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 50,000 രൂപ ഇന്ന് 50,000 വാല്യൂ ഉള്ളത് 7 വർഷം കഴിഞ്ഞാൽ റിസീവ്ഡ് ആഫ്റ്റർ 7 years 7 വർഷം കഴിഞ്ഞ് റിസീവ് ചെയ്യുമ്പോൾ വാല്യൂ എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 6% ആണുള്ളത്. പ്രസൻറ്റ് വാല്യൂ ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡിസ്കൗണ്ടിങ് മെത്തേഡാണല്ലോ കാണേണ്ടത്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് 50,000 കിട്ടുമ്പോൾ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എന്താണെന്നുള്ള ആ വാല്യൂ കൺവേർട്ട് ചെയ്ത് കാണുക വേണ്ടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് നിങ്ങളുടെ ഒരു ചാപ്റ്റർ തന്നെ ആയിരുന്നു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് എന്നുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിലെ പേഴ്സൺ റിസീവ്സ് 8,000 പെർ ഇയർ ആസ് പെർപ്പച്വിറ്റി. 8,000 രൂപയാണ് അവർക്ക് പെർപ്പച്വിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് 8% ഉണ്ട് പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് പെർപ്പച്വിറ്റിയും ആന്യൂറ്റിയും നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എട്ടാമത്തേൽ വാട്ട് ഡസ് വാൾട്ടേഴ്സ് മോഡൽ സ്റ്റേറ്റ്, അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആ 3 ഡിവിഡൻഡ് മെത്തേഡുകൾ തിയറിയും അതിൻ്റെ അസംഷൻസും അതിൻ്റെ ക്രിറ്റിസിസും ഞാൻ പഠിക്കാൻ പറഞ്ഞതായിരുന്നു. വാൾട്ടേഴ്സ് മോഡൽ, MM അപ്രോച്ച്, ഗോർഡൻ മോഡൽ. അതിൽ വാൾട്ടേഴ്സ് മോഡൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് ആ തിയറി സ്റ്റേറ്റ് ചെയ്തതെന്നുള്ളത്. കാരണം റെലവൻസ് തിയറി ആണല്ലോ. ഡിവിഡൻഡ് ഒരു കമ്പനി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ അതാണ് അവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തേലെ കമ്പനി റീറ്റെയിൻഡ് ഏണിംഗ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻസ്. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം കമ്പനി റീറ്റെയിൻ ഏണിങ്സ് ആയിട്ടാണ് വെക്കുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് 12%, ടാക്സ് ഓൺ ഡിവിഡൻഡ് ഈസ് 5%, ഫൈൻ ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ രണ്ടാമത്തെ ചെറിയ പ്രോബ്ലം കൂടി അവിടെ വന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഒപ്പം തന്നെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സും കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. 3 മാർക്സിന് വരാൻ പറ്റുന്ന പോർഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റുകളുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിരുന്നു. പത്താമത്തെ ക്വസ്റ്റ്യനിലെ ഫേം ഹാസ് ടോട്ടൽ ഇക്വിറ്റി ഓഫ് ₹10 lakh ആൻഡ് ഏൺസ് ₹1,50,000 ആഫ്റ്റർ ടാക്സ്, ഫൈൻഡ് റിട്ടേൺ ഓൺ ഏർണിങ്സ്. ROEയുടെ ഒരു പ്രോബ്ലം ചോദിച്ചു. അപ്പോൾ തിയറിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഈക്വൽ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം 10 ക്വസ്റ്റ്യനിൽ കൃത്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 തിയറി ക്വസ്റ്റ്യനും 5 പ്രോബ്ലമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടഫാണെന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് തിയറിക്കും പ്രോബ്ലത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറി ഞാൻ പറഞ്ഞിരുന്നു, പ്രോബ്ലം പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് തിയറി ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് തിയറി മാത്രം പഠിച്ചു വന്ന ഒരാൾക്കും കൃത്യമായിട്ട് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അവിടെ എന്താണ്? 3 × 5 അതായത് 15 മാർക്ക്
വെറും തിയറി വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർഷൻ കിട്ടാവുന്നതാണ്. പിന്നെ പ്രോബ്ലംസ് 5 തന്നു വെച്ചാലും നിങ്ങൾക്ക് അതും ഒരു ടഫായിട്ടോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ഒരു കാര്യങ്ങളും അവർ തന്നിട്ടില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാവുന്നതാണ്. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ 24 മാർക്സ് ആണ്. അപ്പോൾ അവിടെ ഫുള്ള് സ്കോർ ചെയ്യാൻ പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം ഓക്കെ. അല്ലാത്ത ആൾക്കും അവിടെ നഷ്ടം എന്ന് പറയാനില്ല. 15 മാർക്ക് ഈ ഒരു രീതിയിൽ 15 20 വരയ്ക്കും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ എന്തായി? കമ്പനി ഈസ് കൺസിഡറിങ് 2 ഫിനാൻസിങ് ഓപ്ഷൻസ്. 2 ഓപ്ഷൻ ഉണ്ട് കമ്പനിക്ക്. ഒന്ന് 5 lakh ഇക്വിറ്റി, അതായത് 50,000 ഷെയറിനോണ്ടുള്ള 50,000 ഷെയർ 5 lakh ആവണമെങ്കിൽ ഒരു ഷെയറിൻ്റെ വില എത്ര രൂപയായിരിക്കും? 10 രൂപ വെച്ചിട്ടുള്ള ഷെയർസ്, അപ്പോൾ 5 lakh ആയിട്ടുണ്ട്. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ 2,50,000 ഇക്വിറ്റി ഉണ്ട്, അതായത് 25,000 ഷെയർസ്. അപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കും ഒരു കമ്പനിക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 5 ലക്ഷം രൂപയിൽ 5 ലക്ഷം ഇക്വിറ്റിന്ന് അവർ റേസ് ചെയ്തിട്ടുണ്ടാവാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2.5 ലക്ഷം അവർ ഇക്വിറ്റി ഷെയറും 2.5 ലക്ഷം ഡെറ്റും ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഡെറ്റ് എടുത്തതിന് 12% ഇൻട്രസ്റ്റ് അവർ കൊടുക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,20,000 തന്നിട്ടുണ്ട്. നമ്മളോട് EPS കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവിടെ നോ ടാക്സ് ആണ്, ടാക്സ് അവിടെ തന്നില്ല. വളരെ ഡയറക്റ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ഓപ്ഷനിൽ നമുക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം. EBIT 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ദ അസംഷൻ ഓഫ് മോഡി ഗ്രാനി മില്ലർ അപ്രോച്ച്. ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം 12ാമത്തേൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ പറഞ്ഞു. ഡിവിഡൻഡ് ഡിസിഷനിൽ കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് മോഡി ഗ്രാനി മില്ലർ അപ്രോച്ച് എന്താണെന്നുള്ളതും അസംഷനും ക്രിറ്റിസിസവും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2ാമത്തെ പോയിന്റിലും വീണ്ടും അതേ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ വാൾട്ടേഴ്സ് മോഡലും ചോദിച്ചു, MM തിയറിയും ചോദിച്ചിട്ടുണ്ട്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനിലെ ഫേം ഇഷ്യൂസ് ഡിബെഞ്ചർ ₹2 lakh at 10% കൂപ്പൺ റേറ്റ്. ഇഫ് ദ ടാക്സ് റേറ്റ് ഈസ് 30%, കാൽക്കുലേറ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് പറഞ്ഞാൽ ഇവിടെയും ആ 3 മാർക്സിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 മാർക്സിന് ഇവിടെയും ചോദിച്ചു. ആഫ്റ്റർ ടാക്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 2ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇതൊക്കെ തന്നെയല്ലോ, ഡിബെഞ്ചേഴ്സും ഡിസ്കൗണ്ട് 5%. അപ്പോൾ ഇവിടെ 2 lakh ഡിബെഞ്ചേഴ്സ് ആണ്, 10% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ടാക്സ് റേറ്റ് 13. വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 6 മാർക്സിന്. ആഫ്റ്റർ ടാക്സ് റേറ്റ് 30 തന്നുകൊണ്ട് 1 - T കൂടി കണ്ടിട്ട് അവിടെ ചെയ്യാം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻ ബിസിനസ് ഗ്രോത്ത്. കൃത്യമായിട്ടും 2ാമത്തെ ചാപ്റ്റർ പക്ക തിയറി ചാപ്റ്റർ ആയിരുന്നു. അതിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് വന്നു. ഒപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റലുമാണ് അവിടെ ചോദിച്ചത്. അതിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഇഫ് എ സ്റ്റോക്സ് ബീറ്റ ഈസ് 1.5, ദ റിസ്ക് ഫ്രീ റേറ്റ് 5%, മാർക്കറ്റ് റിട്ടേൺ 10%, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി യൂസിങ് CAPM. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ ക്വസ്റ്റ്യനും വന്നു, തിയറി ക്വസ്റ്റ്യൻ വന്നു. ഒപ്പം തന്നെ ആ മോഡൽ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചോദിച്ചത്. പ്രോബ്ലം ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്, കാരണം ടെക്സ്റ്റിലുള്ളതാണ്, ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം ഇനി അത് ചെയ്യാൻ എത്രത്തോളം പേർക്ക് പറ്റുമെന്ന് അറിയില്ല. എങ്കിലും അത് നിങ്ങൾക്ക് ഒഴിവാക്കിയാലും പ്രശ്നം വരുന്നില്ല. 16ാമത്തെ ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഇതും കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. NI തിയറി പഠിക്കണം പറഞ്ഞു, NIO തിയറി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ തിയറി ഉണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് ഒരു തിയറിയും കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു അപ്രോച്ചുകൾ എന്തായാലും പഠിക്കണം പറഞ്ഞു. അതൊന്നും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും രണ്ടും എന്താണെന്ന് എഴുതിയ ഒരാൾക്ക് പോലും ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ 3 മാർക്ക് NOI പഠിച്ച ആൾക്ക് 3 മാർക്ക് എഴുതിയ ആൾക്ക് കിട്ടും. അല്ല നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നെറ്റ് ഇൻകം ആണ് പഠിച്ചതെന്ന് വെച്ചാൽ എന്താ എഴുതിയാലും ഒരു 3 to 6 വരെ അവിടെ സ്കോർ ചെയ്യാവുന്നതാണ്. 17ാമത്തെ ക്വസ്റ്റ്യനിലെ സം ഓഫ് ₹1 lakh ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 12% ഇൻട്രസ്റ്റ്. വളരെ സിമ്പിളായിട്ടൊരു 3 മാർക്സിൻ്റെ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അവർ 6 മാർക്കിന് തന്നിരിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12% ഇൻട്രസ്റ്റിനാണ്. എത്ര വർഷം കഴിയുമ്പോഴാണ് ഈ എമൗണ്ട് ഡബിൾ ആവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നൊരു മെത്തേഡാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡബിളിങ് എമൗണ്ട് വെച്ചിട്ടൊരു ക്വസ്റ്റ്യനൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഉള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനും അതേപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ 1 ലക്ഷം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആൻസർ 7 ഇയേഴ്സോ എന്തോ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ടെക്സ്റ്റിൽ.
1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ അത് 2 lakh ആവാൻ എത്ര വർഷങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഇൻട്രസ്റ്റിന്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൗ ഡസ് ദ ഗോർഡൻ മോഡൽ ജസ്റ്റിഫൈ റെലവൻസ് ഓഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസിഷന് നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ 3 മോഡൽ ഇവിടെ ചോദിച്ചു. എന്താ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊരു പോർഷൻ ഉണ്ടായിരുന്നു. ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ, ഡിവിഡൻറ്റ് എന്താണ്, ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റ്, അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ആ ഭാഗം ഒന്നും ചോദിക്കാതെ അവർ ഡിവിഡൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 അപ്രോച്ചുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ലാസ്റ്റ് സെക്ഷൻ എസ്സേയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തിയറി ക്വസ്റ്റിനും ഒരു പ്രോബ്ലമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ രണ്ടും പ്രോബ്ലമാണ് ചോദിച്ചെന്ന് വിചാരിക്കാം. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പ്രൊജക്റ്റ് ആസ് ദ ഫോളോയിങ് ക്യാഷ് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ തന്നിട്ടുണ്ട്. ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് 8 lakh ആണ്. എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ നമുക്ക് ഓരോ വർഷത്തെയും തന്നിട്ടുണ്ട്, 4 വർഷം കൊണ്ടുള്ളത്. ഡിസ്കൗണ്ട് റേറ്റ് 12 ഉണ്ട്. നമ്മളോട് ചോദിച്ചത് MIRR മെത്തേഡാണ് ചോദിച്ചത്. റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10% നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല, അത് ഞാൻ സമ്മതിക്കും എന്തായാലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. MIRR മെത്തേഡിൽ ചെയ്യാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമ്മളൊരു എസ്സേ ക്വസ്റ്റിന് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ആ കാര്യത്തിൽ ഞാനും യോജിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ NPV, ARR, IRR ഇത് എന്തുകൊണ്ട് അതൊക്കെ പ്രാധാന്യം കൊടുത്തു വെച്ചാൽ നമുക്ക് മുന്നേ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. അതുമാത്രമല്ല ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന BBA സെക്കൻഡ് ഇയർ BBAക്ക് അവരുടെ 3rd സെമ്മിനുള്ള പേപ്പർ കൂടിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളോടും ഇവിടെയും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളൊരു എസ്സേക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് തന്നെ യോജിക്കുകയാണ്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തിയറി പഠിക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അതിൽ 2 തരത്തിലുള്ള പ്രോബ്ലമാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടായിരുന്നത്. ഒന്ന് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലും ബുക്ക് വാല്യൂവിൻ്റെ ബേസിലും ചെയ്യാനുള്ള പ്രോബ്ലമാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന കമ്പനി ഹാസ് 11% ആണ് WACC ഉള്ളത് ആൻഡ് ഇറ്റ് കൺസിഡർ 2 പ്രോജക്റ്റ്. 11% വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് 2 പ്രോജക്റ്റുകളാണ് മുമ്പിലുള്ളത്. പ്രോജക്റ്റ് A ആണെങ്കിൽ 10% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം. പ്രോജക്റ്റ് B ആണെങ്കിൽ 14% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഷുഡ് ദ കമ്പനി ആക്സെപ്റ്റ് ഓർ റിജക്ട് ദീസ് പ്രോജക്റ്റ് ബേസ്ഡ് ഓൺ WAC ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊരു കൃത്യത ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് അവിടെ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം ഓൾറെഡി കമ്പനിക്കുള്ളത് എത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11% ഉള്ളൊരു കമ്പനിയെ സംബന്ധിച്ചോളം നമ്മളിതിൽ ഏത് പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വെറും എക്സ്പെക്റ്റഡ് റിട്ടേൺ മാത്രം കണ്ടുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, കൂടിയ റിട്ടേൺ എന്നുള്ള ലെവലിൽ 14% അവിടെ എടുക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്നും അറിയില്ലെങ്കിലും എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ശരിക്കും എസ്സേക്ക് വളരെ നിലവാരം കുറഞ്ഞ ഒരു പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. കാരണം എസ്സേ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ ആ 20ാമത്തെ ക്വസ്റ്റ്യനോ അതിനോട് ഒട്ടും ഒരു നീതി കാണിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അതിൽ തർക്കമില്ല. എന്നിരുന്നാലും ആ 2 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് 10 മാർക്കേ അവിടെ പോകുന്നുള്ളൂ. 70-ൽ 10 പോയാലും ബാക്കി 60 അവർക്ക് നേടാൻ പറ്റുന്നതാണ്. ഇനി അതിലൊരു 10 മാർക്ക് പോയാലും 40. നമുക്ക് ജയിക്കാൻ വേണ്ടത് 21 മാർക്കേ ആവശ്യമുള്ളൂ. ഇൻറ്റേർണലിൽ ഫുള്ളായിട്ട് വാങ്ങിയൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും തിയറി മാത്രം എഴുതിയ ഒരാൾക്ക് 2 സെക്ഷനിൽ നിന്നും വെറും ആദ്യത്തെ സെക്ഷനിൽ 5 തിയറിയും രണ്ടാമത്തെ സെക്ഷനിൽ 4 തിയറി, അങ്ങനെ 9 തിയറി ക്വസ്റ്റ്യൻ എഴുതിയൊരു കുട്ടിക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 40 മാർക്ക് വരെ നേടാവുന്ന കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ 21 മാർക്ക് ജയിക്കാൻ വേണമെന്നിരിക്കെ അപ്പോൾ ഒരിക്കലും തോറ്റു പോവും എന്ന് പേടിക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല ഇന്ന് നടന്ന എക്സാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഒരുപാട് പേര് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ പ്രോബ്ലം വന്നു, അതുപോലെ തന്നെ ഭയങ്കര ടഫ് എന്നുള്ള ലെവലാണ്. എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ അംഗീകരിക്കണം, പക്ഷേ ബാക്കി 2 പോർഷനും ഒരിക്കലും നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതും, ഇല്ലെങ്കിൽ ഇപ്പോൾ 2 കൂട്ടർക്കും ഞങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല, അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അനലിറ്റിക്സിൻ്റെ നാളെ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും.
കാരണം ഇത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു അർത്ഥത്തിൽ അവിടെ തെറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ എസ് എ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എസ് എയിൽ ചോദിച്ചത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുമല്ല ഞാൻ, അതേപോലെ നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള കഴിവുമില്ല. നമ്മളുടെ ഒരു പ്രാധാന്യം മാത്രമാണ്. എന്നിരുന്നാലും ഒരിക്കലും ക്ലാസ് ഫോളോ ചെയ്ത ആളുകൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ തോറ്റു പോകേണ്ട കാര്യമോ അല്ല പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് എഴുതാൻ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അനലറ്റിക്സും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി കോളേജിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ FM മാത്രമാണ്. ബാക്കിയൊക്കെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് മാത്രം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് തന്നു എന്നല്ലാതെ എനിക്ക് അതിൽ പൂർണ്ണമായൊരു ആധികാരികത പറയാനൊന്നുമില്ല. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ ആ ഒരു പേപ്പർ എന്ന് പറഞ്ഞാലും 70% പ്രോബ്ലം എന്നുള്ള പേപ്പറാണ് സിലബസ് പ്രകാരം, 30% തിയറി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ പോലെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഫസ്റ്റ് പോർഷനിൽ 5 തിയറിയും 5 പ്രോബ്ലം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് പോർഷനിൽ 4 തിയറി 4 പ്രോബ്ലം തന്നെയായിരിക്കും. എസ്സിയും എങ്ങനെയാണെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല. എങ്കിലും തീരെ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ തിയറി തന്നെ ഫോക്കസ് ചെയ്യാനേ വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസും കാര്യങ്ങളും, അതുപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക്